വലതുപക്ഷത്തിന്റെ പ്രതിനിധി സംസാരിച്ചതുപോലെ ഇത് കോൺഗ്രസോ അല്ലെങ്കിൽ വലതുപക്ഷ ശക്തികൾ ഇതിനെ എന്തോ ചട്ടുകമാക്കി ഉപയോഗിക്കുന്നു എന്നൊന്ന് പറഞ്ഞു വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം കോൺഗ്രസ് ഇത് UNA പോലെയുള്ള നഴ്സിംഗ് സംവിധാനത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം ജോലിക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയെ വളരെ കൃത്യമായി അവർ സമരം ചെയ്യുന്നു. ആ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും ആശാ വർക്കർമാരുടെ സമരം നടന്നപ്പോൾ അതിനെയും അത്തരത്തിൽ സപ്പോർട്ട് ചെയ്തൊരു സംവിധാനമാണുള്ളത്. തെരഞ്ഞെടുപ്പ് വരികയല്ലേ എന്ന് കരുതി പ്രതിപക്ഷം അതങ്ങ് ഏറ്റെടുത്ത് ഹൈജാക്ക് ചെയ്ത് അതങ്ങ് സർക്കാരിനെതിരെ ഉപയോഗിച്ച് കളയാം എന്നുള്ള ധാരണയിലല്ല ഈ സമരത്തെ കാണേണ്ടത്. ഇപ്പോൾ നേരത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി കാണുന്ന വളരെ സങ്കുചിതമായ അർത്ഥത്തിലല്ല ഈ സമരത്തെ മനസ്സിലാക്കേണ്ടത്. കാരണം നാം നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ സംസാരിച്ചപ്പോൾ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞൊരു പദമാണ് ഇതൊരു അവശ്യ സർവീസാണ്. നേരത്തെ ഇവിടെ ഇരിക്കുന്ന ഹോസ്പിറ്റൽ അസോസിയേഷന്റെ പ്രതിനിധിയും പറഞ്ഞു ഇതൊരു അവശ്യ സർവീസാണ്. അവശ്യ സർവീസ് ഏറ്റവും അടിയന്തരമായ ഘട്ടങ്ങളിൽ നമുക്ക് അതും ആരോഗ്യം പോലെയുള്ള നമ്മുടെ ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ആദ്യം ചെയ്തു കൊടുക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ ജോലിയും അതിന് അവർക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള സാലറി ഉൾപ്പെടെ വേതനത്തിന്റെ പാക്കേജ് ഉൾപ്പെടെയാണ് നൽകേണ്ടത്. നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കുക, ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഒരു അവശ്യ സർവീസായിട്ട് പരിഗണിക്കുന്ന ഒന്നാണ് ഈ ആതുര സേവന മേഖല, പ്രത്യേകിച്ച് നഴ്സുമാര് പോലെയുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് അത് ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് ഉൾപ്പെടുന്ന മുഴുവൻ നഴ്സുമാരും വിദേശത്ത് ഉൾപ്പെടെ പോയി ജോലി ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അപ്പൊ നമ്മൾ മാലാഖമാരെന്ന് വിളിക്കാനും ഇത് അവശ്യ സർവീസാണ് എന്ന് നിരന്തരം ഓർമ്മിപ്പിക്കാനും മാത്രം നമ്മൾ നിന്നാൽ പോരാ. അതിനപ്പുറത്തേക്ക് അവശ്യ സർവീസിന് കൊടുക്കാൻ കഴിയുന്ന ആ വേതനത്തിന്റെ പാക്കേജുകൾ വളരെ കൃത്യമായി തന്നെ ഇപ്പൊ 10,000 രൂപ, 6,000 രൂപ, 12,000 രൂപ, 15,000 രൂപ എന്നൊക്കെ പറയുന്നത് കൊണ്ട് എങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ഓട്ടോ വിളിച്ച് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു നഴ്സാണെങ്കിൽ ഒരു 10 കൊല്ലം മുൻപത്തെ ഓട്ടോ ചാർജും ഇപ്പോഴത്തെ ഓട്ടോ ചാർജും മാത്രം ഒന്ന് കൂട്ടി നോക്കുക. ഇതുകൊണ്ട് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ അതിനൊന്നും ഇപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ അസോസിയേഷനൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം ജാസ്മിൻ ഷാ തന്നെ പറയുകയുണ്ടായി, ചെറിയ മാനേജ്മെന്റുകളൊക്കെ ഇതിൽ ഒപ്പിട്ടു. ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള ദയ ഹോസ്പിറ്റലും മദർ ഹോസ്പിറ്റലും ഉൾപ്പെടെയുള്ള അവർക്ക് സിംഗിൾ ആശുപത്രി അല്ലെങ്കിൽ സിംഗിൾ ഹോസ്പിറ്റൽ ഓണേഴ്സ് ആയിട്ടുള്ള പല ആളുകളും ഇതിൽ ഒപ്പിടുന്നു. അപ്പൊ അവരെ അത് ബാധിക്കുന്നതൊക്കെ നമുക്കറിയാം. കാരണം ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള കാറ്റഗറൈസേഷൻ ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവരോടും യൂണിഫോം ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുകയില്ല. നമ്മുടെ ബെഡിനനുസരിച്ച് ബെഡ് കപ്പാസിറ്റിക്കൊക്കെ അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ